ശ്രീ രാജീവ്, ഇപ്പോൾ പല മേഖലകൾ തിരിച്ചുകൊണ്ടാണ് അവിടെ ഇത്രയധികം ചർച്ചകൾ നടക്കുന്നത്. അതിൽ പുറത്തു നടക്കുമുള്ള ആളുകൾ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൽ AI ആൻഡ് റോബോട്ടിക്സ് ഉണ്ട്, എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ഉണ്ട്, ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങ് തന്നെ ഉൾപ്പെട്ടിട്ടുള്ളതുപോലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിരവധി സംരംഭങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഭാവി. ഈ വഴിക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതായത് സാധാരണഗതിയിൽ സർവീസ് സെക്ടറിലേക്കുള്ള കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയ്ക്കൊക്കെയാണ് നമ്മൾ ഒരു ഘട്ടത്തിൽ കണ്ടിരുന്നത് മുന്നോട്ട് പോകാനുള്ള വഴി. അതിനപ്പുറത്തേക്ക് സംരംഭകത്വത്തിലൂടെ കൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ചില തോന്നലുകൾ, ചില വഴികൾ, ആശയങ്ങളൊക്കെ തെളിയുകയാണ്. ഇന്നവിടെ ഈ ചർച്ചകളുടെ ഒക്കെ സമാന്തരമായി അവിടെ എത്തുന്ന സംരംഭകർ, അവിടെ എത്തുന്ന പാനലിസ്റ്റുകളായിട്ടുള്ളവർ, അവിടെ കേൾക്കാനെത്തുന്ന ആളുകളൊക്കെ പരസ്പരം കൈമാറുന്ന ചില ആശയങ്ങൾ കൂടിയുണ്ടല്ലോ. അത് എത്രത്തോളം പ്രതീക്ഷാ നിർഭരമാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ഇവൻ്റാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായും 100% സപ്പോർട്ടാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഉദ്യോഗസ്ഥന്മാർ ആ മിഷനറി ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാണ്. ഇനി ചില ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാർ പല മേഖലകളിലും അവർ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവർക്ക് പോലും ബോധം വരുന്ന രീതിയിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ ഇപ്പോഴും നമ്മൾ കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം, ഞാൻ എന്ന് പറയുന്നൊരു സംരംഭകന് എനിക്ക് ഗവൺമെൻറ് ഭാഗത്തുനിന്നോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നോ ഒരു ഭാഗത്തു നിന്നും എനിക്കൊരു പ്രശ്നമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കും കൂടുതൽ ഉയരത്തിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെയുണ്ട് എന്നുള്ള 100% വിശ്വാസം എനിക്ക് ഇവിടെയുണ്ട്. എന്നിൽ ബോധ്യമുണ്ട്. ഞാൻ വരുന്ന ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്താൻ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ, എതിർ പാർട്ടികളെയൊക്കെ ഇത് പറഞ്ഞൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ കേരളത്തിൽ ഇന്ന് കാണുന്ന ഒരു വലിയൊരു കേരളത്തിൽ എന്തോ കെട്ടുകാർ ഇതാക്കുന്നു, അല്ലെങ്കിൽ മറ്റിതാക്കുന്നു. ഐ മീൻ കേരളത്തിൽ ഒരു വ്യവസായ സൗഹൃദമല്ല എന്നുള്ളത്. കേരളം 100% വ്യവസായം ഞങ്ങളൊക്കെ ഇവിടെ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ജനങ്ങളിൽ ആ പറയുന്ന ഒരു അവബോധം സൃഷ്ടിച്ചുകൊണ്ട് കൂടുതൽ സംരംഭകർ, അത് ചെറുതും വലുതുമായിക്കോട്ടെ, അത് വരാൻ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നു, ഉദ്യോഗസ്ഥന്മാർ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. ഇനി ഇവിടെ വരേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ അവർ ഈ പറയുന്ന ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു മൂവ്മെൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അപകടകരമായ ഒരു രീതിയിലേക്ക്, കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഓവർകം ചെയ്യാൻ എല്ലാം മറന്നുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ ഒരു സാഹചര്യത്തിന് ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല. ശ്രീ രാജീവ്, അവിടെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, അങ്ങോട്ട് ചോദിക്കാനുള്ളത്. പ്രതിപക്ഷ നേതാവ് കക്ഷി രാഷ്ട്രീയം പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് വളരെ വലിയൊരു സപ്പോർട്ടാണ്, മാതൃകയാണ് മുന്നോട്ട് വെക്കുന്നത്. ശ്രീ രാജീവ്, അങ്ങേക്ക് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വലിയ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്നവർ നാളെ പ്രതിപക്ഷത്ത് പോയാലും ഈ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞങ്ങളൊരു ഹർത്താൽ പോലും നടത്തിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ ഏത് സർക്കാർ നടത്തുന്നു, അല്ലെങ്കിൽ ഏത് പാർട്ടി അതിന് നേതൃത്വം നൽകുന്നു എന്നതിനപ്പുറത്ത് ഇതിനൊരു തുടർച്ച വേണ്ടേ? ആ ഒരു തുടർച്ച ആഗ്രഹിക്കുന്നില്ലേ ഈ സമൂഹം? ഞാൻ ഇവർ പറഞ്ഞ അഭിപ്രായത്തിന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് വളരെ സന്തോഷകരമായൊരു ഇതാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചിട്ട്, കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിവിടെ സാക്ഷരതാ യജ്ഞം നടത്തിയില്ലേ എല്ലാവരും കൂടി ഒന്നിച്ചിട്ട്. അതുപോലെ ഇവിടെ ഒരു ഒരു വ്യവസായവൽക്കരണം, അല്ലെങ്കിൽ ഇവിടെ ഒരു സംരംഭകത്വ രീതിയിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു മൂവ്മെൻറ്റ് നടത്തേണ്ടതുണ്ട്. ആ മൂവ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ ഇത് മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഇവിടെ നമ്മൾ ലോകത്തിലൊട്ടുക്കും. ഞാൻ പറയുന്നത് ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മളിവിടെ ടൂറിസം രംഗത്ത് അതിഭയങ്കരമായ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്ഥലമാണ് കേരളം. 44ഓളം പുഴകൾ, അനവധി കൈത്തോടുകൾ, ഇതൊക്കെ ഉള്ള ഇവിടെ ഓരോ ആൾക്കാർക്കും അവരുടെ വീടിനടുത്ത് വെച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ, സംരംഭത്വം തുടങ്ങാം. പക്ഷെ ഇത് തുടങ്ങണ്ടെങ്കിൽ എന്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്? നമ്മളൊരു കൂട്ടായി ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് നമ്മളത് പോകേണ്ടതുണ്ട് കേരളത്തിലേക്ക്. ഇപ്പം നമ്മൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും, കേരളത്തിനകത്ത് ഈ പറയുന്ന ഫോറിൻ ടൂറിസ്റ്റുകൾ കൈയൊഴിഞ്ഞൊരവസ്ഥയാണുള്ളത്. ആ അവസ്ഥ മാറണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിന് ക്ലീനിങ് വേണം. അതിനൊന്നിച്ചു നിന്നുകൊണ്ട് വരുന്ന ഈ പറയുന്ന ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കേണ്ടതുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ സൽക്കരിക്കണം,
അവരോട് എങ്ങനെ പെരുമാറണം, അത് താഴെ തട്ടിലുള്ള ഓട്ടോ ഡ്രൈവർമാർ മുതൽ മുകളിലുള്ള എല്ലാവരും അതിനകത്തേക്ക് ഉള്ള ഒരു എല്ലാവർക്കും ബോധം ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാവരും അതിന് അനുകൂലമായി പ്രവർത്തിക്കണം. അതായത് കേരളം എല്ലാവരും കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ പറ്റും. വലിയ വിപുലമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന കാര്യം. വൃത്തിയോടെ ഇറങ്ങി നടക്കാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് മനുഷ്യർ, ലോകമെമ്പാടുമുള്ള മനുഷ്യർ വന്നു ചേരില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ കൃത്യമായി നമ്മളൊരു എഫോർട്ട് ഇടേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ വരുന്ന ആളുകളെ, ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യുന്നൊരു രീതി, അവരുടെ ജീവനോ സ്വത്തിനോ അവരുടെ അഭിമാനത്തിനോ ഒന്നും കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതൊക്കെ പ്രധാനമാണ്. അതൊക്കെ മനുഷ്യൻ, നമ്മൾ കേരളീയർ ഒരു എഫോർട്ട് എടുത്ത് ചിന്തിക്കേണ്ടതാണ്. ഒരു സംവിധാനത്തിന് മാത്രമല്ല, ഒരു സമൂഹത്തിനും കൂടി ആ കാര്യത്തിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ.